നമുക്ക് ആരെങ്കിലും ഒരു വഴിയൊക്കെ പറഞ്ഞു തരുമ്പം നമ്മളത് മനസ്സിലോർത്തിരിക്കില്ലേ? അതല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മളത് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും ഇല്ലേ? അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവുകയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സിനിമകളും അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വയലൻ്റ് ആയിട്ടുള്ള സിനിമകളും കൊല്ലും കൊലയുമുള്ള സിനിമകളും അതേപോലെ പ്രേമം, ടീച്ചേഴ്സിനെ പ്രേമിക്കാം അല്ലെങ്കിൽ അതുപോലെ പ്രേമിക്കാം ഇതുപോലെ പ്രേമിക്കാം എന്നൊക്കെയുള്ള സിനിമകൾ, പിന്നെ അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, മോശമായിട്ട് പെരുമാറുന്ന കുട്ടികൾ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന കുട്ടികൾ, ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇഷ്ടം പോലെ വീഡിയോകളും ഇഷ്ടം പോലെ സിനിമകളും ഇഷ്ടം പോലെ ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും ഇല്ലേ? ഇതൊക്കെ നമ്മുടെ മക്കളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയുന്നുണ്ട്. അതാണ് അവർ മറ്റുള്ളവരോട് ഒരു ദയമില്ലാതെ കൊല്ലും കൊലയും കഞ്ചാവും മദ്യമയവും. നമ്മൾ ഓർത്തൊക്കെ DJ പാർട്ടി, ആ പാർട്ടി, ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് എന്തോരം പാർട്ടികളാണ് നടത്തുന്നത്. കള്ളും കഞ്ചാവും ഒഴുകുന്ന എത്രയോ പാർട്ടികൾ. ഒന്ന് അന്വേഷണത്തിൽ പോലും ഒരു വകുപ്പിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത വലിയ വലിയ ആൾക്കാരുടെ മക്കൾ നടത്തുന്ന പാർട്ടികളും ഒക്കെയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പോയി നമ്മുടെ മക്കൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളതിനെ ആദ്യം നിരോധിക്കേണ്ടത് അതല്ലേ വേണ്ടത്? നമ്മൾ ഒരു സിനിമയാണെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയാണെങ്കിലും അതിനെല്ലാം ഒരു സെൻസറിങ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അതാണ് വലിയ കേമം എന്നാണ് നമ്മുടെ മക്കൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ മാത്രമേ അവൻ വലിയൊരു നായകനാവുള്ളൂ എന്നാണ് വിചാരിച്ചു വെച്ചേക്കണേ. അവൻ ഹീറോയാകാൻ വേണ്ടിയിട്ടാണ് ഓരോ സംഭവത്തിലൊക്കെ പോയി ചെന്ന് പെട്ടിട്ട് അവൻ വെറും സീറോയായി പോകുന്നത്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കണ മാതാപിതാക്കൾക്ക് ഒരു പരിധി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് അധികവും നമ്മുടെ മക്കൾ പുറത്താണ് കണ്ടും കേട്ടും വളരുന്നത്. അപ്പോൾ സമൂഹം നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഒരു ഹീറോയെങ്കിലും ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും സീറോയായി അവൻ നമ്മുടെ മുമ്പിലേക്ക് വരും. അതുമാത്രം ഓർത്തിരുന്നാൽ മതി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?